വിശദമായ വാർത്തകളിലേക്ക്. വേനൽ കടുത്തതോടെ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിൽ ജലക്ഷാമത്തിൽ വലയുകയാണ് പ്രദേശവാസികൾ. വെള്ളം ലഭ്യമല്ലാതായതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. വേനൽ കടുത്തു തുടങ്ങിയതോടെ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. വണ്ണപ്പുറം പഞ്ചായത്തിലെ 6-7 വാർഡുകൾ ഉൾക്കൊള്ളുന്ന മുണ്ടൻമുടി 40 ഏക്കർ മേഖലയിൽ വെള്ളം ലഭ്യമല്ലാതായതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. പ്രദേശത്തെ ഭൂരിഭാഗം വീടുകളിലെയും കിണറുകൾ ഇതിനോടകം വറ്റിക്കഴിഞ്ഞു. തോടുകളിൽ നിന്നും പാറവൂലിയിൽ നിന്നും ലഭിക്കുന്ന വെള്ളമാണ് പലരും ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇവിടെ ജലനിധിയുടെ ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സംഭരണശേഷിക്കുറവും കുഴൽക്കിണറിലെ ജലലഭ്യത കുറവും മൂലം ഭൂരിഭാഗം വീടുകളിലും വെള്ളമെത്താത്ത സ്ഥിതിയാണ് നിലവിൽ. ഞങ്ങൾ 10-26 വീട്ടുകാർ കൂടി എടുക്കുന്നതാണ്. അതും എപ്പോഴും ഒന്നും നമുക്ക് കിട്ടുകയില്ല. രാവിലെ വെള്ളം അടിക്കുമ്പോൾ മാത്രം കുറച്ച് വിടും. പിന്നെ അത് വേനലായി കഴിഞ്ഞാൽ അത് ഇല്ല. ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ട് ഒരു മാസം മിച്ചമായി വെള്ളം കിട്ടിയിട്ട്. പിന്നെ വെള്ളം ഞങ്ങൾ എടുക്കുന്ന ഒരു 1.5 കിലോമീറ്റർ ഓസ് ഇട്ടാണ്. അതും എപ്പോഴും ഇല്ല. അപ്പോൾ 3-4 വീട്ടുകാർ കൂടി എടുക്കുന്നതാണ്. പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയായില്ല. അതേസമയം വാഹനങ്ങളിൽ വെള്ളമെത്തിക്കുന്ന കരാറുകാർക്ക് ഒത്താശ ചെയ്യുവാനാണ് കുഴൽക്കിണർ നിർമ്മാണം അടക്കമുള്ള പരിഹാരമാർഗങ്ങൾ വൈകിപ്പിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന പാലിന്റെ വില സർക്കാർ നൽകാത്തതുകൊണ്ട് കടുത്ത പ്രതിസന്ധിയിലാണ് മലപ്പുറത്തെ ക്ഷീരസംഘങ്ങൾ. 2022 നവംബർ മുതൽ സ്കൂളുകൾക്ക് പാൽ നൽകുന്ന ക്ഷീരസംഘങ്ങളാണ് പണം കിട്ടാതെ വെട്ടിലായിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതാണ് സ്കൂളുകൾക്ക് പാലിന്റെ പണം നൽകാൻ കഴിയാത്തതിന്റെ കാരണം. പോഷകാഹാരം എന്ന നിലയിലാണ് സ്കൂളുകളിൽ പാൽ വിതരണം ചെയ്യുന്നത്. സ്കൂളുകളിലേക്ക് പാൽ നൽകുന്നത് പ്രാദേശികമായുള്ള ക്ഷീരസംഘങ്ങളും. മലപ്പുറം ജില്ലയിൽ 252 ക്ഷീരസംഘങ്ങളുണ്ട്. ഇതിൽ പകുതിയിലേറെയും ചെറുകിട സംഘങ്ങളാണ്. സ്കൂളുകളിൽ വിതരണം ചെയ്ത പാലിന്റെ വില ലഭിക്കാത്തതിനാൽ ഭൂരിപക്ഷം ക്ഷീരസംഘങ്ങളിലും കർഷകർക്ക് പണം നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. സ്കൂളുകളിലേക്ക് സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തതാണ് പാലിന്റെ പണം ലഭ്യമാകുന്നതിന് തടസ്സമായിരിക്കുന്നത്. ഇനിയും അത് ആ രൂപത്തിൽ തുടർന്നു പോയാൽ സംഘങ്ങളെ സ്ഥിതി പരിതാപകരമാണ്. ക്ഷീര കർഷകർക്ക് പാൽ വില കൊടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ കൊടുക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ക്ഷീര കർഷകർ സംഘത്തിൽ പാലടക്കുന്ന അത് നിർത്തുമ്പോൾ വിറ്റ് വേറെ എന്തെങ്കിലും തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് നീങ്ങും. 100 മുതൽ 200 ലിറ്റർ വരെ പാലളവുള്ള സംഘങ്ങളിൽ നിന്നും സ്കൂളുകളിലേക്ക് വലിയ തോതിൽ പാൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ വില ലഭിച്ചാലേ കർഷകർക്ക് യഥാസമയം പണം നൽകാനാകൂ. 10 ദിവസം കൂടുമ്പോൾ ക്ഷീര കർഷകർക്ക് പണം നൽകി വരുന്ന പതിവ് മുടക്കാതിരിക്കാൻ ക്ഷീര സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ നെട്ടോട്ടമോടുകയാണ്. ലക്ഷങ്ങൾ വരെ കുടിശ്ശികയായിട്ടുള്ള ക്ഷീരസംഘങ്ങളും ജില്ലയിലുണ്ട്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പണം കടം വാങ്ങിയും ആഭരണങ്ങൾ പണയം വെച്ചും എത്ര നാൾ പാലിന്റെ പണം നൽകാൻ കഴിയുമെന്ന ചോദ്യത്തിന് സർക്കാരാണ് മറുപടി പറയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. പെൻസിൽ ആർട്ടിലൂടെ ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇടുക്കി ഹൈറേഞ്ചിൽ നിന്നൊരു യുവാവ്. കട്ടപ്പന ലബക്കട സ്വദേശി ലിബിൻ ദേവസിയാണ് പെൻസിൽ ആർട്ടിൽ മികവ് തെളിയിച്ചത്. ലിബിൻ ഈ രംഗത്ത് ഇതിനോടകം 3 വേൾഡ് റെക്കോർഡുകളും കരസ്ഥമാക്കി കഴിഞ്ഞു. പെൻസിൽ കൊണ്ട് എന്തെഴുതിയാലും അവ എളുപ്പം മാഞ്ഞുപോകും. എന്നാൽ പെൻസിലിൽ കുത്തിയെടുത്തവ ഒരിക്കലും മായാതെ ചരിത്രത്താളുകളിലേക്ക് മാറ്റിയെഴുതുകയാണ് ഈ യുവാവ്. പെൻസിൽ ആർട്ട് അല്ലെങ്കിൽ മൈക്രോ ആർട്ട് എന്ന കലാരൂപത്തിലൂടെ കട്ടപ്പന ലബക്കട സ്വദേശി ലിബിൻ ദേവസ്യ കരസ്ഥമാക്കിയത് 3 റെക്കോർഡുകളാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ നാഷണൽ വേൾഡ് റെക്കോർഡ്, ഹാർവർഡ് വേൾഡ് റെക്കോർഡ് എന്നിവയാണ് സ്വന്തമാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു തെലുങ്ക് ചിത്രത്തിലെ പെൻസിൽ ആർട്ടിലെ ചില സവിശേഷതകളാണ് ഇക്കാര്യത്തിൽ പ്രചോദനമായതെന്ന് ലിബിൻ പറയുന്നു. പെൻസിലിന്റെ ലെഡിൽ ലിബിൻ ആദ്യം ചെറുപൂക്കളും പിന്നീട് ചെറിയ അക്ഷരങ്ങളുമൊക്കെ കുത്തി തുടങ്ങി. കോവിഡ് കാലത്ത് നേരം പോക്കിനായി തുടങ്ങിയ പെൻസിൽ ആർട്ട് പിന്നീട് വരുമാനമാർഗമായി മാറി. സ്വകാര്യ ബൈക്ക് ഷോറൂമിലെ ജീവനക്കാരനായ ലിബിൻ ദേവസ്യ ഇപ്പോൾ ഒഴിവു സമയം പൂർണ്ണമായും പെൻസിൽ ആർട്ടിനായി മാറ്റിവെക്കുകയാണ്. കൊത്തിയെടുത്ത ചില മാതൃകകൾ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചതോടെ ആവശ്യക്കാരും നിരവധിയായി. 300 രൂപ മുതൽ 1000 രൂപ വരെയാണ് ശില്പങ്ങളുടെ വില. പെൻസിൽ ആർട്ടിന് പുറമെ ചിത്രകലയിലും ലിബിൻ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ന്യൂസ് 18 കട്ടപ്പന. പച്ച പുതച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള വാഹനയാത്ര ഏറെ ആസ്വാദ്യകരമാണ്. ഇത്തരത്തിലൊരു യാത്രയാണ് ഇടുക്കിയിലെ ഏലപ്പാറയിൽ നിന്നും ചെമ്മണ്ണ് കൊച്ചു കരിന്തിരി വഴിയുള്ള റോഡ് യാത്ര സമ്മാനിക്കുന്നത്.
വാഹനയാത്ര ആസ്വദിക്കുന്ന നിരവധി സഞ്ചാരികളാണ് യാത്രയ്ക്കായി ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. മലകളും കുന്നിൻ ചെരുവുകളും നിറഞ്ഞ റോഡ്, ഇരുവശങ്ങളും തേയിലക്കുന്നുകളും താഴ്വാരങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം. ഇടുക്കിയുടെ ആകെയുള്ള ഭൂപ്രകൃതി ഇതാണെങ്കിലും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഇടങ്ങൾ വേറെയുമുണ്ട് ഇടുക്കിയിൽ. ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് റോഡ് യാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഏലപ്പാറയിൽ നിന്നും ചെമ്മണ്ണ് കൊച്ചുകരിന്തിരി വഴിയുള്ള റോഡ് യാത്ര. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത്. ഒരിക്കൽ ഇതുവഴി കടന്നുപോകുന്നവർ വീണ്ടും സഞ്ചാരത്തിനായി തെരഞ്ഞെടുക്കുന്ന വഴി. കേരളത്തിന് പുറത്തുനിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് അവധി ദിനങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്നത്. சீனரி எல்லாம் சூப்பராக இருக்குது. திஸ் இஸ் ஸ்ட்ரீம் ரன்னிங். ஸோ அதோட இந்த லேண்ட்ஸ்கேப் அண்ட் சன்செட்டோட இட்ஸ் வெரி நைஸ். The road is right next to the ridge. Maximum full of natural views and road എല്ലാം ക്ലീൻ ആണ്. Climate is okay but then really enjoy the moment. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ റോഡിലൂടെയുള്ള യാത്ര ഇടം പിടിച്ചു കഴിഞ്ഞു. ഇത് കണ്ടും നിരവധി ആളുകൾ ഇതുവഴി എത്തുന്നുണ്ട്. ഫോട്ടോ എടുക്കുവാൻ പറ്റിയ നിരവധി ഇടങ്ങൾ ഇതുവഴി ഉള്ളതിനാൽ സമയം ചെലവിടുന്നവരും ഏറെയാണ്. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാത കൂടിയാണിത്. അടുത്തിടെ റോഡ് ആധുനിക നിലവാരത്തിൽ ഉയർത്തിയ ശേഷമാണ് ആളുകൾ കൂടുതലായി ഇതുവഴി എത്തിത്തുടങ്ങിയതും. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരം കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസിന്. പൊതുജന സൌഹാർദ്ദ ഓഫീസ് സംവിധാനങ്ങളും മികച്ച സേവന പ്രവർത്തനങ്ങളും അംഗീകാരത്തിന് മുതൽക്കൂട്ടായി. മികച്ച സൗകര്യങ്ങളും പൊതുജന സൗഹൃദ ഓഫീസ് സംവിധാനങ്ങളും മികച്ച സേവന പ്രവർത്തനങ്ങളുമാണ് കുലകല്ലൂർ വില്ലേജ് ഓഫീസിനെ ഒന്നാമനാക്കി മാറ്റിയത്. അപേക്ഷകളുമായി എത്തുന്നവർക്ക് മികച്ച സേവനം ലഭ്യമാക്കൽ, മറ്റ് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി മികച്ച സൗഹൃദാന്തരീക്ഷം ഒരുക്കുന്നതിലും മുൻപന്തിയിലാണ് ഈ ഓഫീസ്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്, മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിൽ സ്വീകരിച്ചതും വില്ലേജ് ഓഫീസിന് പുരസ്കാരം ലഭിക്കാൻ മുതൽക്കൂട്ടായി. ഓൺലൈൻ വഴി കൂടുതൽ പോക്കുവരവ് സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ നൽകിയതിലും ഭൂമിയുടെ തണ്ടപ്പേര് കൂടുതൽ ലഭ്യമാക്കിയതിലും ഓഫീസിന്റെ പ്രവർത്തനം മികച്ചതാണ്. ഓഫീസിൽ എത്തുന്നവർക്ക് മികച്ച ഇരിപ്പിടങ്ങൾ, ശുദ്ധീകരിച്ച കുടിവെള്ളം, ശൗചാലയ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ടെലിവിഷൻ, പാട്ടുകൾ ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ പൊതുജന സൗഹൃദ ഓഫീസ് സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. സൈറയ്ക്കിപ്പോൾ മൂന്നാറാണ് സ്വന്തം നാട്. യുദ്ധക്കെടുതിയെ അതിജീവിച്ച് ഇടുക്കിയുടെ മണ്ണിലേക്കെത്തിയ സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെട്ട സൈറ ഇവിടുത്തെ കാലാവസ്ഥയും അതിജീവിച്ചു. യുക്രൈൻ യുദ്ധം ആരംഭിച്ച കാലത്താണ് ഈ നായക്കുട്ടി ഇടുക്കിയുടെ മണ്ണിലേക്ക് എത്തിയത്. സൈറയെ ആരും മറക്കാനിടയില്ല. 1 വർഷം മുൻപ് കേരളത്തിലെത്തിയതാണ് സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെട്ട ഈ നായ. MBBS പഠനത്തിനായി യുക്രൈനിലെത്തിയ മൂന്നാർ സ്വദേശിനി ആര്യയെയും കൂട്ടരെയും കാത്തിരുന്നത് യുദ്ധമുഖത്തെ ഭീകര കാഴ്ചകളായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള തത്രപ്പാടിൽ സ്വന്തം വളർത്തുനായയെ യുദ്ധഭൂമിയിൽ ഉപേക്ഷിക്കാൻ ആര്യ തയ്യാറായില്ല. അന്ന് 5 മാസമായിരുന്നു സൈറയുടെ പ്രായം. അവശനിലയിലായിരുന്ന നായയെ എടുത്തുകൊണ്ട് 12 കിലോമീറ്ററാണ് യുക്രൈൻ അതിർത്തി മേഖലയിലേക്ക് ആര്യ നടന്നത്. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് സർക്കാരിന്റെ സഹായത്തോടെ ആര്യയും സൈറയും ഇന്ത്യയിലെത്തി. പിന്നീട് ഈ നായക്കുട്ടി മൂന്നാറിൽ സ്ഥിരതാമസമാക്കി. സൈറ ജനിച്ചതിനേക്കാളും കൂടുതൽ ഇവിടെ ഇപ്പം നിന്നേക്കുന്നത്. സൈറയ്ക്ക് ഇപ്പോൾ 1.5 വയസ്സായി. ഞാൻ ഇങ്ങോട്ട് ഒരു 5 മാസം ഉണ്ടായിരുന്നപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആള് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി. നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ എപ്പോഴും വീടിൻ്റെ അകത്താണ്. വീടിൻ്റെ അകത്ത് അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വലിയതായിട്ട് വെളിയിലെടുക്കുന്നില്ല. ചൂടൊന്നും അവൾ അത്ര കൊള്ളുന്നില്ല. പിന്നെ ഇപ്പം അത്യാവശ്യം കൊണ്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ആൾ അഡാപ്റ്റഡ് ആയി. സൈറ മൂന്നാറിന്റെ കാലാവസ്ഥയോട് പൂർണ്ണമായും ഇണങ്ങി. വീടിന് പുറത്തേക്ക് അധികം ഇറങ്ങാറില്ല. തണ്ണിമത്തനാണ് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. യുദ്ധക്കെടുതികൾക്ക് അയവ് വന്നതോടെ യുക്രൈനിലേക്ക് തിരികെ എത്തി പഠനം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ആര്യ. എങ്കിലും സൈറ നാട്ടുകാരിയായി മൂന്നാറിൽ തന്നെ തുടരും. ന്യൂസ് 18 മൂന്നാർ. പാലക്കാട് പട്ടാമ്പിയിൽ നിർമ്മാണം പൂർത്തിയായ മിനി വൈദ്യുത ഭവൻ നാടിന് സമർപ്പിച്ചു. വൈദ്യുതി വിഭാഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിനി വൈദ്യുതി ഭവൻ പദ്ധതി ആവിഷ്കരിച്ചത്. 1,30,00,000 രൂപയാണ് ചിലവ്. വൈദ്യുതി വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ ഉൾക്കൊള്ളിക്കുകയാണ് ലക്ഷ്യം. പട്ടാമ്പി കൂമ്പൻകല്ലിലുള്ള 33 kV സബ്സ്റ്റേഷന് സമീപമാണ് മിനി വൈദ്യുതി ഭവൻ നിർമ്മാണം പൂർത്തിയായത്. 1,30,00,000 രൂപ ചെലവിട്ടാണ് നിർമ്മാണം. KSEB കെട്ടിട നിർമ്മാണ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനം. ഇടുക്കിയിലൊക്കെ വെള്ളം വളരെ കമ്മിയായി വരികയാണ്. അപ്പോൾ നമ്മളൊന്ന് ഉപയോഗം ചെറുതായിട്ടൊന്ന് നിയന്ത്രിച്ചാൽ
നമുക്കതിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശങ്ങളുള്ള വൈദ്യുതി നിയമ ഭേദഗതി ഏത് വികേതനെയും പാസ്സാക്കിയെടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. നിലവിൽ വൈദ്യുതി വകുപ്പിന്റെ പല ഓഫീസുകളും വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. മതിയായ സ്ഥല സൗകര്യങ്ങളില്ലാത്തത് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മിനി വൈദ്യുതി ഭവൻ നിർമ്മാണം. വാടക കെട്ടിടത്തിൽ കഴിയുന്ന വൈദ്യുതി സംബന്ധമായ ഓഫീസുകളെല്ലാം പുതിയ കെട്ടിടത്തിലേക്ക് മാറും. വൈദ്യുതി വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസുകൾ മിനി വൈദ്യുതി ഭവനിൽ പ്രവർത്തിക്കും. ന്യൂസ് 18 പട്ടാമ്പി. കണ്ണൂരിലെ ഒരു സ്കൂൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വഴിയോര PTA ശ്രദ്ധേയമാകുന്നു. പ്രാദേശിക തലത്തിൽ രക്ഷിതാക്കളെയും ജനപ്രതിനിധികളെയും വിദ്യാഭ്യാസ പ്രവർത്തകരെയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയാണ് വഴിയോര PTA പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് വഴികാട്ടിയായി ആരംഭിച്ച PRM കൊളവല്ലൂർ HSSലെ വഴിയോര PTA വിജയഗാഥ തുടരുന്നു. കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ച ലക്ഷ്യം വെച്ച് 8 വർഷം മുമ്പാണ് വഴിയോര PTA ആരംഭിച്ചത്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആകാംക്ഷയകറ്റി പരീക്ഷയെ നേരിടാൻ സജ്ജമാക്കുക, സാമൂഹ്യ വിപത്തുകളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക തുടങ്ങിയവയാണ് വഴിയോര PTA പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഈ വർഷം നമ്മൾ ആദ്യം തുടങ്ങാനുള്ള ഉദ്ദേശം തന്നെ മറ്റുള്ള, അതായത് മുൻ വർഷങ്ങളിൽ പഠിച്ച കുട്ടികൾ ഈ വഴിയോര PTA കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. രക്ഷിതാക്കന്മാരായാലും നല്ല രീതിയിലുള്ള സഹകരണത്തോടു കൂടി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഇതാണ്. ഈ ഒരു ഇതിൽ നമ്മുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളും അവരുടെ ടീച്ചേഴ്സിനോട് കുറച്ചുകൂടെ പറഞ്ഞിട്ട് അതിലൂടെ അവർക്ക് നമ്മൾ കുറച്ചും കൂടി ഇത് മാറ്റാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഇത് കിട്ടുന്നു. SSLC എഴുതുന്ന വിദ്യാർത്ഥികളെ അവരുടെ പ്രദേശങ്ങളിലേക്ക് ചെന്ന് കണ്ട് വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ്റെ പ്രയാസങ്ങൾ, അവരുടെ ആശങ്കകൾ അകറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വഴിയോര PTA നടക്കുന്നത്. അവരുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരം ഏത് രൂപത്തിലൊക്കെ കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ആലോചന കൂടിയാണ് ഈ യോഗത്തിൽ നടക്കുന്നത്. കുട്ടികളുടെ പ്രാദേശിക കൂട്ടായ്മ വളർത്താനും പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കാനും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ വിജയം കണ്ടുകഴിഞ്ഞു. സ്കൂളിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾ ജനപിന്തുണയോടെ നടപ്പാക്കാനും പദ്ധതി വഴി കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. സ്വർണമാല നഷ്ടപ്പെട്ട സങ്കടത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപിലിരുന്ന് കരഞ്ഞ വയോധികയ്ക്ക് പുതിയ മാല സമ്മാനിച്ച് സ്വർണ്ണാഭരണ വ്യാപാരി. മലപ്പുറം വൈരങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവം കണ്ടു മടങ്ങുമ്പോഴാണ് തിരൂർ പച്ചാട്ടിരി സ്വദേശിയായ ചക്കിയുടെ മാല ആരോ കവർന്നത്. വിവരം പറഞ്ഞ സ്വർണ്ണ വ്യാപാരിയായ ഫൈസലാണ് വീട്ടിലെത്തി മാല സമ്മാനിച്ചത്. ഞാൻ വഴുത്തിലേക്ക് കയറി, അപ്പോൾ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, ഇങ്ങോട്ട് കയറുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ അവിടുത്തെ വലിയേക്ക് ഞാൻ എൻ്റെ ചെയിന് പൊട്ടിയോ എന്നറിഞ്ഞ് അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചെയിന് പൊട്ടി ഒരു 3.5 വലത് വീണ് എൻ്റെ മഴമുള്ളത്. വലിയ ചെയിനാണ്, 1.5 പവന്. 2 മാസത്തിന് കുറച്ചുള്ളൂ. ഞാൻ മാപ്പിളാരെ വരി കഞ്ചോണ്ട് കാലും കൈക്കോട്ട് കൊത്തിയിട്ട് കുടുംബത്തിലേക്ക് ഒരു ചെയിനിടാൻ പോയിക്കൊണ്ട് പച്ചാട്ടിരി സ്വദേശി ചക്കി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആഗ്രഹിച്ചു വാങ്ങിയ സ്വർണമാല ഇട്ട് കൊതിതീരും മുൻപാണ് ആരോ കവർന്നത്. വൈരങ്കോട് ഉത്സവം കണ്ടു മടങ്ങുന്നതിനിടെയാണ് ചക്കിക്ക് ബസ്സിൽ വെച്ച് മാല നഷ്ടമായത്. മാല പോയതറിഞ്ഞ ചക്കി ബഹളം വെച്ചതോടെ യാത്രക്കാരുമായി ബസ് പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി. എന്നാൽ ആഭരണം കണ്ടെത്താനായില്ല. 2 പവന്റെ സ്വർണമാല കള്ളനെടുത്ത മനോവിഷമത്തിൽ ചക്കി പോലീസ് സ്റ്റേഷന്റെ മുന്നിലിരുന്ന് കരച്ചിൽ തുടങ്ങി. ഈ സങ്കടമറിഞ്ഞാണ് തിരൂരിലെ സ്വർണ്ണാഭരണ വ്യാപാരിയായ ഫൈസൽ ചക്കിയെ അന്വേഷിച്ച് വീട്ടിലെത്തിയത്. കയ്യിൽ ചക്കിക്ക് സമ്മാനമായി 2 പവൻ സ്വർണമാലയുമുണ്ടായിരുന്നു. സ്വർണമാല ഇടാനുള്ള ആഗ്രഹം കൊണ്ട് പണം കൂട്ടിവച്ചാണ് മാല വാങ്ങിയതെന്നു പറഞ്ഞു കരഞ്ഞ ചക്കിക്ക് നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയില്ലെങ്കിലും അതേ തൂക്കത്തിൽ തന്നെയാണ് ഫൈസൽ സ്വർണമാല സമ്മാനിച്ചത്. നഷ്ടമായ മാല കണ്ടെടുക്കാൻ തിരൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചക്കിക്ക് മാല സമ്മാനിച്ച ഫൈസലിനെ നിരവധി പേർ അഭിനന്ദിച്ചു. ന്യൂസ് 18 തിരൂർ. കണ്ണൂരിൽ നടക്കുന്ന പുണ്യതങ്കത്തിന് വൻ ജനപങ്കാളിത്തം. പുണ്യം ഏഴരക്കണ്ടം വയലിലാണ് കളരിപ്പയറ്റും നാടൻ കലകളും മറ്റ് കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും ഉൾപ്പെട്ട പുണ്യതങ്കം നടക്കുന്നത്. തച്ചോളി ഉദയനന്റെയും കതിരൂർ ഗുരുക്കളുടെയും വീരഗാഥകളിലെ ഇടമായ പൊന്നിയം ഏഴരക്കണ്ടം വയൽ ലോക പൈതൃക സഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കുകയാണ്. വിദേശികളും സ്വദേശികളുമടക്കം ആയിരക്കണക്കിന് ആയോധന കലാപ്രേമികളാണ് പൊന്നിയത്തങ്കം കാണാനായി എത്തുന്നത്. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ.
പ്രോത്സാഹനം അംഗത്തട്ടിലെ അഭ്യാസികൾക്ക്. തലശ്ശേരിയിലെ പൈതൃക ഇടങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഈ വയലിൽ കളരി അക്കാദമിയും മ്യൂസിയവും സ്ഥാപിക്കുന്നതിനായി 8 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പൊന്നിയത്തങ്കം തിങ്കളാഴ്ചയാണ് സമാപിക്കുന്നത്. സമാപന സമ്മേളനം ADGP MR അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും. സ്റ്റീഫൻ ദേവസി നയിക്കുന്ന ഏഴരക്കണ്ടം നൈറ്റ് ഷോയും അരങ്ങേറും. ന്യൂസ് 18 കണ്ണൂർ. ഉത്സവത്തിനൊരുങ്ങി കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവ്. പള്ളിവാളേന്തിയ കോമരക്കൂട്ടങ്ങളുടെ വരവറിയിച്ച് ചെറുഭരണി കൊടിയേറി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ആദ്യ ചടങ്ങാണ് ചെറുഭരണി അഥവാ കുംഭഭരണി കൊടിയേറ്റം. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും അനന്തരാവകാശിയും ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. മാർച്ച് 18-ന് ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കും. 23-ന് കാവ് തീണ്ടലാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങ്. കാവു തീണ്ടൽ ദിനത്തിൽ 12 മണിക്ക് അടയ്ക്കുന്ന ക്ഷേത്രനട 31-ന് തുറക്കും. കോതമംഗലത്ത് ആദിവാസി ഗോത്രകലാ പരിപോഷണത്തിന്റെ ഭാഗമായി കുട്ടമ്പുഴ ടൗൺ ഹാളിൽ ഊരാട്ടം സംഘടിപ്പിച്ചു. ആദിവാസി സമൂഹം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ഗോത്രകലാ പ്രദർശനവും വിപണനമേളയും സംഘടിപ്പിച്ചത്. സമ്മേളന നഗരിയിൽ ഒരുക്കിയ വിപണനമേളയിൽ വന ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിവിധ വസ്തുക്കൾ മുതൽ മരുന്നുകൾ വരെ ഉണ്ടായിരുന്നു. കോൽക്കളി, കൂത്ത്, കോമാളിക്കൂത്ത്, കെന്നിഞ്ചി, കമ്മിയടി തുടങ്ങിയ പരമ്പരാഗത ഗോത്ര കലാരൂപങ്ങളുടെ അവതരണവും ഊരാട്ടത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഊരാട്ടം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന പദ്ധതിയായ ഊരാട്ടത്തെ കൂടുതൽ ജനകീയമാക്കാൻ ത്രിതല പഞ്ചായത്ത് തലത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പറഞ്ഞു. കാർഷിക കേരളം. കോലിഞ്ചി കൃഷിയിൽ മികച്ച നേട്ടവുമായി പത്തനംതിട്ടയിലെ മലയോര കർഷകർ. കാട്ടുമൃഗങ്ങളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയ കർഷകരാണ് മറ്റു കൃഷികൾ ഉപേക്ഷിച്ച് കോലിഞ്ചി കൃഷി ചെയ്യുന്നത്. വരുമാനം കുറവാണെങ്കിലും കോലിഞ്ചി കൃഷിക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യമില്ലാത്തതാണ് ഈ കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. നട്ടുവളർത്തിയ കാർഷിക വിളകൾ കാട്ടുമൃഗങ്ങൾ കൂട്ടമായി നശിപ്പിക്കുന്നത് പതിവായതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ കർഷകരാണ് കോലിഞ്ചി കൃഷി പരീക്ഷിച്ചത്. പത്തനംതിട്ടയിലെ കിഴക്കൻ മലയോര മേഖലയായ സീതാത്തോട്, ചിറ്റാർ, കൊക്കാത്തോട്, ചെങ്ങറ തുടങ്ങിയ മേഖലയിലെ കർഷകരാണ് കോലിഞ്ചി കൃഷി വ്യാപകമായി ചെയ്യുന്നത്. മറ്റ് കൃഷികളെക്കാൾ വരുമാനം കുറവാണെങ്കിലും നല്ല വിളവ് ലഭിക്കുന്നതിനാൽ കർഷകർക്ക് കോലിഞ്ചി കൃഷി ആശ്വാസമാണ്. മൃഗശല്യം കൂടിയപ്പോഴത്തേന് പെട്ടെന്ന് എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കോലിഞ്ചി കൃഷിയൊക്കെ കാരണം ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ആൾക്കാരും മൊത്തം ഈ പഞ്ചായത്തുകൾ ഏറെക്കുറെ മൊത്തത്തിൽ സത്യത്തിൽ ഈ കൃഷിയാണ് ഇപ്പോൾ തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ മൃഗശല്യം കൂടുതലായതുകൊണ്ടായിരിക്കാം എന്നുള്ളതല്ല, ഒരു 100% അത് തന്നെയാണ് അതിൻ്റെ സംഭവം. 3 വർഷത്തിലൊരിക്കൽ മാത്രമാണ് കോലിഞ്ചി കൃഷിയുടെ വിളവെടുപ്പ്. വേനൽക്കാലമായതോടെ മലയോര മേഖലയിൽ ഇപ്പോൾ കോലിഞ്ചി കൃഷിയുടെ വിളവെടുപ്പ് കാലമാണ്. കർഷകരിൽ നിന്നും നേരിട്ട് വ്യാപാരികൾ മൊത്തമായി കോലിഞ്ചി വാങ്ങുന്നതിനാൽ മറ്റ് ചെലവുകൾ കുറയ്ക്കാനും കഴിയും. 3 വർഷം കുറവാണ് ഈ ഇത്രയും ഇത് കിട്ടുന്നത്, ഇത് കളയ്ക്കുന്നത്. അത് വലിയ ലാഭമൊന്നുമില്ല. പന്നീരൊക്കെ ശബ്ദം കാണുന്ന കൃഷിയെ മറിച്ചാണ് ഇതിനെ ചെയ്യുന്നത്. വാഴ, ചേമ്പ്, കപ്പ തുടങ്ങിയ കാർഷിക വിളകൾ കർഷകർക്ക് ആദായമാണെങ്കിലും വന്യമൃഗശല്യത്താൽ കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തുടർച്ചയായി കൃഷിനാശം സംഭവിച്ച കർഷകരാണ് മലയോര മേഖലകളിൽ കോലിഞ്ചി കൃഷി ചെയ്യുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരത്ത് എല്ലാവരും കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. കർഷക സംഘം പേരൂർക്കട ഏരിയ കമ്മിറ്റിയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. കൃഷിയെ ലഹരിയാക്കുക, വീട്ടിടങ്ങളെ കൃഷിയിടങ്ങളാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കർഷക സംഘം പേരൂർക്കട ഏരിയ കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. വിഷരഹിത ഭക്ഷണം ആവശ്യമാണെന്നിരിക്കെ വീടുകളിൽ വിഷരഹിത പച്ചക്കറി കൃഷി ചെയ്യുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെയും കരകുളം പഞ്ചായത്തിലെ 8 വില്ലേജുകളും പദ്ധതിയുടെ ഭാഗമാകും. വിവിധയിനം പച്ചക്കറികളാണ് വളർത്തുക. ജലലഭ്യതയുള്ള സ്ഥലങ്ങൾ നോക്കിയാകും കൃഷി. കരകുളം ഹൈസ്കൂളിന് സമീപം കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് M. വിജയകുമാർ പച്ചക്കറി തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കരകുളം.
അപകട പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തി മാത്രമല്ല കാർഷിക മേഖലയിൽ കൂടി തങ്ങളുടെ മികവ് തെളിയിക്കുകയാണ് കണ്ണൂരിലെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ ജീവനക്കാരാണ് പച്ചക്കറി കൃഷിയിൽ പൊന്നുവിളിച്ചിരിക്കുന്നത്. തരിശായി കിടക്കുന്ന ഭൂമിയിലാണ് പയ്യന്നൂർ അഗ്നിരക്ഷാസേനാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ നൂറുമേനി കൊയ്യുന്നത്. തികച്ചും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കൃഷിഭവൻ നൽകുന്ന ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സ്റ്റേഷൻ അധികൃതർ നടത്തുന്ന കൂട്ടായ പരിശ്രമം അഭിനന്ദനാർഹമാണെന്ന് കൃഷി ഓഫീസർ KV ഷീന. കൃഷിഭവന്റെ ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങളോടെയും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അധികൃതരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഇങ്ങനെയൊരു പച്ചക്കറി തോട്ടം സജ്ജമാക്കാൻ കഴിഞ്ഞത്. വെണ്ട, പച്ചമുളക്, വഴുതിന, പയർ, പാവൽ, പടവലം എന്നീ പച്ചക്കറികളാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. സ്റ്റേഷൻ ഓഫീസർ TK സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. കൃഷി ഓഫീസർ KV ഷീനയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ EP ജീവാനന്ദൻ, PK സജിത് കുമാർ എന്നിവർ കൃഷിയിടം സന്ദർശിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ. ഇനി അറിയിപ്പുകൾ നോക്കാം. കാർഷിക സർവകലാശാലയുടെ നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ് ആലപ്പുഴയിൽ കൂൺ വിത്ത് ഉൽപാദന പരിശീലന പരിപാടി നടത്തുന്നു. കൂൺ കൃഷിയിൽ 2 വർഷത്തെ പരിചയമുള്ള കർഷകർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. 15 കർഷകർക്കാണ് പങ്കെടുക്കാൻ അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിൽ തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ ഉള്ളവർക്കായി ഭക്ഷ്യ സംസ്കരണം എന്ന വിഷയത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 29-നകം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. മൃഗഡോക്ടറുടെ സേവനം കർഷകരുടെ വീട്ടുപടിയിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി മൊബൈൽ വെറ്ററിനറി യൂണിറ്റിൽ ഓരോ വാഹനത്തിലും ഒരു വെറ്ററിനറി സർജൻ, ഒരു പാരാവെറ്റ് ഡ്രൈവർ കം അറ്റൻഡർ എന്നിവർ ഉണ്ടാകും. സർജറി ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളും ലഭ്യമാണ്. 29 ബ്ലോക്കിലാണ് പദ്ധതിയെന്ന് അധികൃതർ അറിയിച്ചു. സേവനം ലഭിക്കാൻ 1962 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. കന്നുകാലി, ആട് എന്നിവയ്ക്ക് 450 രൂപയും അരുമമൃഗങ്ങൾക്ക് 950 കൃത്രിമ ബീജദാനത്തിന് 50 രൂപയുമാണ് നിരക്ക്. ഇത് ഓൺലൈനായി അടയ്ക്കാം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.